ഹായ് ഫ്രണ്ട്സ്, എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. എന്നാലത് സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് വർക്ക് കൂടെയാണ് കേട്ടോ. അപ്പം ഡീറ്റെയിലിംഗ് പറഞ്ഞു തരാവേ. ഞാനിവിടെ പാറ്റേൺ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നെക്കിൻ്റെ താഴത്ത് ഞാനിവിടെ 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് റഫായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണേ. ഞാനിവിടെ 2.5 ഇഞ്ചിലാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ താഴത്ത് 14 ഇഞ്ച് യോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്കിൽ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട്. 2 ബീഡ്സും വൈറ്റ് പേൾസും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ ചെറിയ ലൈൻ കൊടുത്തേക്കുന്ന ഭാഗത്ത് നമുക്ക് 2 ബീഡ്സ് വെക്കേണ്ടതും ഇത് റൗണ്ട് കൊടുത്തേക്കുന്നത് നമുക്ക് വൈറ്റ് കളർ ബീഡ്സ് വെക്കേണ്ടതുമാണ് കേട്ടോ. ഈ 2 മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെക്കിൻ്റെ താഴത്ത് ഞാൻ പറഞ്ഞല്ലോ 2.5 ഇഞ്ചിലാണ് ചെയ്യുന്നത്. ഈ 2.5 ഇഞ്ച് തന്നെ നമ്മൾ 2 സ്ലീവിലും ഈ വർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ താഴത്ത് നമ്മൾ യോക്ക് എത്രയാണോ ഈ യോക്ക് പോർഷൻ ഫുള്ളും നമ്മളിതുപോലെ വൈറ്റ് കളർ ബീഡ്സും 2 ബീഡ്സും വെച്ച് സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ബീഡ്സ് ആണ് കേട്ടോ. 2 ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എടുക്കുന്നത് പോലെയല്ല, ഒത്തിരി ചെറിയ 2 ബീഡ്സ് ആണ് കേട്ടോ. അത് റെയിൻബോ ഷെയ്ഡ് 2 ബീഡ്സ് ആണ്. നിങ്ങൾ കളർ കാണുമ്പോൾ മനസ്സിലാവും. റെയിൻബോ ഷെയ്ഡ് 2 ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ചെറുതുമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നോർമൽ വൈറ്റ് കളർ ബീഡ്സ് ആണ് കേട്ടോ. വൈറ്റ് പേൾസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിങ് ത്രെഡ് തന്നെ, നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ. അപ്പോൾ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മെറ്റീരിയലിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ ലൈൻസ് വരച്ചേക്കുന്ന പോർഷൻസ് നമുക്കിതുപോലെ 2 ബീഡ്സ് വെച്ച് കൊടുക്കുകയും അതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് കളർ ബീഡ്സ് വെച്ച് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബീഡ്സും വൈറ്റ് കളർ ബീഡ്സും എടുത്തേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുവേ. പിന്നെ ഈ 2.5 ഇഞ്ച് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ഒത്തിരി മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് 1 ഇഞ്ചിൽ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ചിലൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2-3 ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ലോക്ക് സ്റ്റിച്ച് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രെയിമിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ വർക്ക് ഒത്തിരി ലൂസായി പോകും. അതുമാത്രമല്ല അത് കറക്റ്റ് ലാസ്റ്റിങ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നന്നായിട്ട് നമുക്ക് ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ബീഡും വൈറ്റ് കളർ ബീഡും വെച്ച് ചെയ്ത് പോരാവേ. ഓക്കെ, അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് 2 ബീഡ്സും നമ്മുടെ വൈറ്റ് കളർ ബീഡ്സും വെച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ യോക്കിൽ സ്പ്രെഡിങ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ താഴത്തായിട്ട് അത്യാവശ്യം ഗ്യാപ്പ് കൊടുത്ത് തന്നെ സ്പ്രെഡിങ് കൊടുക്കാം കേട്ടോ. അതും സെയിം വർക്ക് തന്നെയാണ് 2 ബീഡ്സും വൈറ്റ് പേൾസും വെച്ച് ചെയ്യേണ്ടത്.
ഗ്യാപ്പിൽ വേണം നമുക്ക് സ്പ്രെഡിങ് കൊടുത്ത് പോരാനായിട്ട്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആയതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൽ ഞാൻ പറഞ്ഞല്ലോ 2.5 ഇഞ്ചിലാണ് നെക്കിൽ വർക്ക് കൊടുത്തിരിക്കുന്നത്. സ്ലീവിലും അതുപോലെ തന്നെയാണ് സെയിം വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വളരെ ഈസിയാണ്, ഞാൻ വളരെ കുറച്ചേ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. കാരണം പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. റെയിൻബോ 2 ബീഡ്സും വൈറ്റ് പേൾസും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കണ്ടല്ലോ, യോക്കിൽ ഞാൻ ഇതുപോലെ സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ ചെയ്തെടുക്കാം. കാരണം നമ്മൾ 2 ബീഡ്സും പേൾസും അത്യാവശ്യം വലുതാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ വർക്കാണ്. അത് മാത്രമല്ല, ഞാനിതിൻ്റെ ഷോളായിട്ട് എടുത്തേക്കുന്നതെന്ന് പറയുമ്പോൾ നെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. സെയിം കളർ നെറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ബോർഡറിൽ ഇതുപോലെ തന്നെ വൈറ്റ് കളർ ബീഡ്സും 2 ബീഡ്സും വെച്ച് ചെറിയ രീതിയിൽ സ്പ്രെഡിങ് ആയിട്ട് ഷോളും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടം വരുന്നതും സെയിം ഈ കളറിൽ റോ കോട്ടണിൽ തന്നെയാണ് ഞാൻ ബോട്ടവും എടുത്തേക്കുന്നത് കേട്ടോ. സെയിം ഈ കളറിൽ തന്നെയാണ് ഞാൻ ഫുള്ളും ചെയ്തെടുത്തേക്കുന്നത്. വളരെ കുറഞ്ഞ ടൈമിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.